നമസ്കാരം. ക്യൂമലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK യൂറോപ്യൻ യൂണിയൻ ബന്ധത്തിൽ പുതിയ വഴിത്തിരിവ്. ബ്രെക്സിറ്റിന് ശേഷമുള്ള യൂത്ത് മൊബിലിറ്റി പദ്ധതിയിൽ ഇരുപക്ഷവും ധാരണയിലെത്താതെ തർക്കം. മെയ് 19 ലണ്ടനിൽ നടക്കുന്ന സുപ്രധാന ഉച്ചകോടിക്ക് 2 ആഴ്ച മാത്രം ശേഷിക്കെ 18 മുതൽ 30 വയസ്സുവരെ പ്രായമുള്ള യുവാക്കൾക്ക് യാത്രയും ജോലിയും എളുപ്പമാക്കുന്ന പദ്ധതിയിൽ അഭിപ്രായ വ്യത്യാസം. യൂറോപ്യൻ യൂണിയൻ യുവാക്കൾക്ക് വിസയും UK-യിൽ പഠന ജോലി അവസരങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ബ്രെക്സിറ്റ് വോട്ടിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമാണിതെന്ന് ചൂണ്ടിക്കാട്ടി UK ഇത് നിരസിക്കുന്നു. UK സമയപരിധിയും നിയന്ത്രണങ്ങളും ഉള്ള ഒരു ചെറിയ പദ്ധതി മാത്രമാണ് നിർദ്ദേശിക്കുന്നത്. കൂടാതെ യൂറോപ്യൻ വിദ്യാർത്ഥികൾക്ക് UK യൂണിവേഴ്സിറ്റികളിൽ താഴ്ന്ന ഫീസ്, എറസ്മസ് പ്ലസ് പദ്ധതിയിൽ വീണ്ടും ചേരൽ എന്നിവ യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ UK ഇതിനോട് വിമുഖത കാണിക്കുന്നു. ഉച്ചകോടിയിൽ സുരക്ഷ, വ്യാപാരം, കുറ്റകൃത്യ നിയന്ത്രണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനും പദ്ധതിയുണ്ട്. ഡെർബി സിറ്റി സെന്ററിലെ ലോയിഡ്സ് ബാങ്കിൽ കുത്തേറ്റ് മരിച്ചയാൾ റെസ്റ്റോറന്റ് ഉടമ. ഷെൽട്ടൺ ലോക്കിലെ ഹെൻ ആൻഡ് ചിക്കൻസ് ബാർ ആൻഡ് ഗ്രിൽ റെസ്റ്റോറന്റ് ഉടമയായ ഡാനി എന്നറിയപ്പെടുന്ന ഗുരുവീന്ദർ സിംഗ് ജോഹലാണ് മെയ് 6 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 നടന്ന സംഭവത്തിൽ കുത്തേറ്റ് മരിച്ചത്. സംഭവത്തിൽ മറ്റാർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് പോലീസ് സാന്നിധ്യം ശക്തമാക്കിയിട്ടുമുണ്ട്. സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടിയന്തരമായി പോലീസിനെ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചു. വത്തിക്കാനിൽ പുതിയ പോപ്പിനായുള്ള കാത്തിരിപ്പ് തുടരുന്നു. 133 കർദിനാൾമാർ സിസ്റ്റൈൻ ചാപ്പലിൽ നടത്തിയ ആദ്യദിന വോട്ടെടുപ്പിൽ പോപ്പിനെ തിരഞ്ഞെടുക്കാനായില്ല. കഴിഞ്ഞ മാസം 88-ാം വയസ്സിൽ മരിച്ച പോപ്പ് ഫ്രാൻസിസിന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇന്നും തുടരും. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ 45,000-ത്തിലധികം വിശ്വാസികൾ കാത്തുനിന്നിരുന്നു. പോപ്പ് ഫ്രാൻസിസിനെ ജനകീയ നയങ്ങൾ തുടരണമെന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുന്നു. എന്നാൽ കർദിനാൾമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാണ്. ചിലർ പോപ്പ് ഫ്രാൻസിസിന്റെ പുരോഗമന നയങ്ങൾക്ക് എതിരാണ്. ബ്രിട്ടന്റെ റെയിൽ മേഖലയിൽ ചരിത്രപരമായ മാറ്റം. ട്രെയിൻ ഡ്രൈവർമാരുടെ കുറഞ്ഞ പ്രായപരിധി 20-ൽ നിന്ന് 18 കുറച്ചു. ഡിസംബർ മുതൽ 18 വയസ്സുള്ളവർക്ക് ട്രെയിനി ഡ്രൈവർമാരായി അപേക്ഷിക്കാം. ഡ്രൈവർമാരുടെ കുറവ് മൂലം ട്രെയിൻ സർവീസുകൾ റദ്ദാക്കുന്നത് തടയാനാണ് ഈ തീരുമാനം. ഏകദേശം 27,000 ഡ്രൈവർമാരിൽ 25 മുതൽ 30% പേർ അടുത്ത 5 വർഷത്തിനുള്ളിൽ വിരമിക്കാനിരിക്കെ ഈ നീക്കം റെയിൽവേയുടെ ഭാവി സുരക്ഷിതമാക്കും. യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും വനിതകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഈ മേഖലയിലേക്ക് ആകർഷിക്കുകയുമാണ് ലക്ഷ്യം. നിലവിൽ 9% മാത്രമാണ് വനിതാ ഡ്രൈവർമാർ. ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേയുടെ ദേശസാൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് ഈ മാറ്റം. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ 18 വയസ്സിൽ ഡ്രൈവർമാർ ഉള്ളത് മാതൃകയാണ്. ഈ തീരുമാനം യുവാക്കൾക്ക് പുതിയ കരിയർ പാത തുറക്കും. ബ്രിട്ടീഷ് സ്റ്റീൽ വ്യവസായത്തിന് പുതുജീവൻ. സ്കന്തോർപ്പിലെ ബ്ലാസ്റ്റ് ഫർണസുകൾ അടയ്ക്കാനുള്ള ഭീഷണി ഒഴിവാക്കിയ ശേഷം ബ്രിട്ടീഷ് സ്റ്റീൽ 180-ലധികം പുതിയ ജോലികൾ പ്രഖ്യാപിച്ചു. സ്കന്തോർപ്പിലെ 165 ടീസൈഡിലും സ്കിന്നിംഗ് ഗ്രോവിലും 17 ജോലികൾ ലഭ്യമാണ്. എഞ്ചിനീയർമാർ, ഡ്രൈവർമാർ, നഴ്സുമാർ, മാനുഫാക്ചറിംഗ് ഓപ്പറേറ്റർമാർ എന്നിവർക്ക് അവസരമുണ്ട്. UK സർക്കാർ കഴിഞ്ഞ മാസം അടിയന്തര നിയമം പാസാക്കി കമ്പനിയെ രക്ഷിച്ചിരുന്നു. ചൈനീസ് ഉടമസ്ഥരായ ജിങ്ങെ ഫർണസുകൾ അടയ്ക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും സർക്കാർ ഇടപെട്ട് 2,700 തൊഴിലാളികളുടെ ജോലി സംരക്ഷിച്ചു. ഓസ്ട്രേലിയയിൽ നിന്ന് 55,000 ടൺ കോക്കിംഗ് കൽക്കരി എത്തിയതോടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. ദീർഘകാലാടിസ്ഥാനത്തിൽ പരിസ്ഥിതി സൗഹാർദ്ദമായ ഇലക്ട്രിക് ആർക്ക് ഫർണസുകളിലേക്ക് മാറാനും ലക്ഷ്യമിടുന്നു. മെയ് 17 സ്കന്തോർപ്പിൽ റിക്രൂട്ട്മെന്റ് ഓപ്പൺ ഡേ നടക്കും. ഇന്ത്യയിൽ സുരക്ഷാ നടപടികൾ കർശനമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയുടെ ഭാഗമായി രാജ്യത്തെ 16 വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു. മെയ് 10 വരെ അമൃത്സർ, ശ്രീനഗർ, ചണ്ഡിഗഡ്, ജമ്മു തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ വിമാന സർവീസുകൾ റദ്ദാക്കി. ഇൻഡിഗോ എയർലൈൻ 165-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയതായി അറിയിച്ചു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സായുധ സേന മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് വ്യോമ അതിർത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ സൈനിക നീക്കം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ്. യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെങ്കിലും സുരക്ഷയാണ് പ്രഥമമെന്ന് അധികൃതർ വ്യക്തമാക്കി. യാത്രക്കാർ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്നൊരു സർവകക്ഷി യോഗം വിളിച്ച് ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികളെ അറിയിക്കുമെന്നും വാർത്തകൾ പുറത്തുവന്നിട്ടുണ്ട്. UK-യിൽ വിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ വിപ്ലവം. ഈ വർഷം മുതൽ മാഞ്ചസ്റ്ററിലും വെസ്റ്റ് മിഡ്ലാൻഡ്സിലും 95,000 GCSE വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ റെക്കോർഡ് ആപ്പ് വഴി പരീക്ഷാഫലം ലഭിക്കും. സർക്കാർ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി പേപ്പർ രേഖകൾ കുറയ്ക്കുകയും ഫലങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും ചെയ്യും.
ഓഗസ്റ്റ് 21 രാവിലെ 11 മുതൽ ആപ്പ് വഴി ഫലങ്ങൾ ആക്സസ് ചെയ്യാം. പരമ്പരാഗത രീതി ഇഷ്ടപ്പെടുന്നവർക്ക് രാവിലെ 8 മുതൽ സ്കൂളിൽ നിന്ന് റിസൾട്ട് ലഭ്യമാകും. ഈ ആപ്പ് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലായി സൂക്ഷിക്കുകയും രേഖകൾ നഷ്ടപ്പെടുന്നത് തടയുകയും ചെയ്യും. സ്കൂളുകൾ ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തെങ്കിലും സുഗമമായ നടപ്പാക്കലിന് ശക്തമായ പിന്തുണ വേണമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇംഗ്ലണ്ടിലും വെയിൽസിലും നീതിന്യായ വ്യവസ്ഥയിൽ വൻ മാറ്റം. വിധി പ്രസ്താവനത്തിന് ഹാജരാകാത്ത കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ. ജഡ്ജിയുടെ ഉത്തരവ് അനുസരിക്കാത്തവർക്ക് 2 വർഷം വരെ അധിക തടവും ജയിലിൽ ഒറ്റപ്പെടുത്തലും ജിം സമയം കുറയ്ക്കൽ പോലുള്ള ശിക്ഷകളും ലഭിക്കും. ഈ നിയമം വിക്ടിംസ് ആൻഡ് കോർട്ട് ബില്ലിന്റെ ഭാഗമായാണ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഒലിവിയ പ്രാറ്റ് കോർബൽ, സാറ അലീന തുടങ്ങിയവരുടെ കൊലയാളികൾ വിധി പ്രസ്താവനത്തിന് ഹാജരാകാതിരുന്നത് ജനരോഷത്തിന് കാരണമായിരുന്നു. ഇത്തരം കുറ്റവാളികൾ ഇരകളുടെ കുടുംബങ്ങളെ അവഗണിക്കുന്നത് തടയാനാണ് പുതിയ നിയമം. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റവാളികൾക്ക് രക്ഷകർതൃ അവകാശങ്ങളും നഷ്ടമാകും. ഇരകളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാൻ വിക്ടിംസ് കമ്മീഷണർ റിപ്പോർട്ട് തയ്യാറാക്കും. ഈ നിയമം നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. ഇന്നത്തെ ദേശീയ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഡെയിലി എക്സ്പ്രസ്, ഡെയിലി മിറർ, ഡെയിലി സ്റ്റാർ തുടങ്ങിയ പത്രങ്ങളിൽ 1945 യൂറോപ്പിലെ യുദ്ധവിജയം ജനങ്ങളുടെ ധൈര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണെന്നും ഈ ചരിത്ര നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുമാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് ദി ഗാർഡിയൻ, ഫിനാൻഷ്യൽ ടൈംസ് തുടങ്ങിയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 ആണവശക്തികൾ തമ്മിലുള്ള ഈ സംഘർഷം ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്നും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ എംബസിക്ക് നേരെ ആക്രമണം ആസൂത്രണം ചെയ്തതിന് 4 ഇറാനിയൻ പൗരന്മാരെ കൗണ്ടർ ടെറർ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ഡെയിലി മെയിലിന്റെ പ്രധാന പേജിൽ. UK മൈഗ്രേഷൻ നയത്തിൽ വൻ മാറ്റം ഉണ്ടാകുന്നതായി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാ കുടിയേറ്റക്കാർക്കും A ലെവൽ നിലവാരത്തിൽ ഇംഗ്ലീഷ് പ്രാവീണ്യം വേണമെന്ന് പുതിയ നിയമം. അടുത്തയാഴ്ച പ്രസിദ്ധീകരിക്കുന്ന വൈറ്റ് പേപ്പറിൽ ഈ പരിഷ്കാരങ്ങൾ വിശദീകരിക്കുമെന്നും പത്രം പറയുന്നു. കുടിയേറ്റക്കാരെ പാർപ്പിക്കാനുള്ള ചെലവ് കുതിച്ചുയരുന്നതായി ഡെയിലി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹോട്ടലുകളിലും അസൈലം താമസ സൗകര്യങ്ങളിലുമായി ദിവസേന 4 മില്യൺ പൗണ്ട് ചെലവഴിക്കുന്നു. കഴിഞ്ഞ വർഷം 1.67 ബില്യൺ പൗണ്ട് ചെലവായതായി ഔദ്യോഗിക കണക്കുകൾ. ചാനൽ ക്രോസിംഗുകൾ വർദ്ധിക്കുന്നതിനാൽ ലേബർ സർക്കാരിന്റെ കുടിയേറ്റ നയത്തിനെതിരെ സർ കീർ സ്റ്റാർമർ വൻ സമ്മർദ്ദം നേരിടുന്നതായും പത്രം പറയുന്നു. വൺ ഡയറക്ഷൻ താരം ലിയാം പെയ്നിന്റെ മകനാണ് ഒത്തുക്കളെന്ന് മെട്രോയും ദി സണ്ണും റിപ്പോർട്ട് ചെയ്യുന്നു. ഒക്ടോബറിൽ മരിച്ച ഗായകൻ വില്ല് എഴുതിയിരുന്നില്ല. അതിനാൽ 8 വയസ്സുള്ള മകൻ ബെയറിന് ചെലവുകളും കടങ്ങളും കഴിഞ്ഞ് ഈ സ്വത്തിന്റെ ഭൂരിഭാഗവും ലഭിക്കുമെന്ന് പത്രം പറയുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.